SYSന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ തരത്തിൽ വിവാദം, കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മോട് പ്രതികരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേക്ക് വിവാദം വലിയ തരത്തിൽ വിഷയമാവുന്നു, അതോടൊപ്പം തന്നെ അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറുപടി നൽകുന്നു. എന്താണ് വിശദീകരിക്കുന്നത്? ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ എൻ്റെ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് അതിന് വിശകലനം നടത്തിയതാണ് ഈ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം. ഞാൻ സത്യത്തിൽ ചെയ്തത്, ഞാനൊരു പ്രഭാഷണം കേട്ടു. ആ പ്രഭാഷണത്തിൽ പ്രഭാഷകൻ പറയുന്നത്, വിശ്വാസമില്ലാതെ ഇതര മതസ്ഥരുടെ പ്രത്യേക ആചാരങ്ങൾ പങ്കുകൊണ്ടാൽ കുഴപ്പമില്ല എന്നൊരു പരാമർശമാണ് ആ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ്. എനിക്ക് അന്ന് നൈറ്റിൽ തന്നെ പ്രസംഗമുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ യാഥാർത്ഥ്യം തിരുത്തി പറഞ്ഞു. വിശ്വാസത്തോടു കൂടി ചെയ്താൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മറ്റു മതസ്ഥരുടെ ആചാരം നമ്മൾ സ്വീകരിച്ചാൽ. വിശ്വാസമില്ലാതെ മറ്റ് മതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന് ഉപോത്ഫലകമായി ഞാൻ പറഞ്ഞു, ഈ നിലവിളക്ക് കൊളുത്തൽ വിവാദം 2015 മന്ത്രി അബ്ദുൾ റബ്ബ് വലിയ വിഷയമായിരുന്നല്ലോ. അന്ന് ശരിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. അന്യ മതസ്ഥരുടെ പ്രത്യേക മതാചാരങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. ഞാൻ ആ കാര്യം വിശകലനം ചെയ്തു. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ബോധപൂർവം ഞാൻ പറഞ്ഞതാണ് എന്നും ക്രൈസ്തവ സഭകളെ സഹിഷ്ണുതയോടുകൂടി കൂടെ കൂട്ടുന്നതിന് എതിരെ പറഞ്ഞതാണെന്ന നിലയിലും വല്ലാതെ തെറ്റായൊരു പ്രചാരണം നടന്നു. സത്യത്തിൽ ഇസ്ലാം ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും ഏറെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കണം. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു. അബ്ദുല്ലാഹിബ്ൻ അംർ എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിവരൻ, പ്രവാചകരുടെ അനുചരൻ, അദ്ദേഹം ഒരാടിനെ അറുത്ത് തൻ്റെ പരിചാരകൻ അത് തോല് പൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതാ ഫറഗത്ത, മോനെ പണി കഴിഞ്ഞാൽ ഇബ്ദ് ബിദാജാരിൽ യഹൂദി, നമ്മുടെ അയൽക്കാരനായ ജൂതനുണ്ടല്ലോ, ഫസ്റ്റ് ഒരു ഭാഗം അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ സദസ്യരിൽ ഒരാൾ പറഞ്ഞു, അസ്ലഹക്കല്ല അൽ യഹൂദി, ജൂതന്മാർ പൊതുവേ നമ്മുടെ ശത്രുക്കളാണ്, നിങ്ങൾക്ക് ദൈവം നന്മ തരട്ടെ, അദ്ദേഹത്തിന് ഫസ്റ്റ് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബിവരൻ പറഞ്ഞത്, യൂസിനി റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അയൽക്കാരൻ്റെ കാര്യത്തിൽ. അവിടെ ജാതി മത വ്യത്യാസമില്ല. അയൽക്കാരനെ എത്രത്തോളം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ അവസാനം ഞാൻ വിചാരിച്ചു, ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു, ഇസ്ലാമിൽ അയൽക്കാർക്ക് അനന്തരാവകാശത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും, അങ്ങനത്തെ വിധി വരുമോ ഞാൻ സംശയിച്ചു പോയി. അത്രമാത്രം പ്രാധാന്യം അയൽക്കാർക്ക് നൽകാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. തീർച്ചയായും ജൂതന് പ്രത്യേക പരിഗണന കൊടുക്കണം അയൽക്കാരനായതുകൊണ്ട് എന്ന നബിവചനം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതാണ് സത്യം. അല്ലാതെ ഞാൻ വ്യക്തിപരമായൊരു പരാമർശമോ അത്തരത്തിലുള്ള വിശദീകരണങ്ങളോ നടത്തിയിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അല്ല, ഈ പൊതുസമൂഹത്തിൽ ഒരു പക്ഷേ മതേതര സ്വഭാവത്തോടു കൂടി ഒരു പൊതുസമൂഹത്തിൽ ഇത്തരൊരു പ്രസ്താവന, ഇത്തരൊരു പ്രസംഗം നടത്തുന്ന സമയത്ത് അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത, കാരണം നേരത്തെയും ഈ കേക്ക് വിവാദമൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ആ ഒരു സാധ്യത കൂടി പരിഗണിക്കാതെയല്ലേ താങ്കൾ അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്? ഞാൻ പറഞ്ഞത്, ഞാൻ ഇതാദ്യമേ പ്രസംഗിച്ചതല്ല. ഒരു സുഹൃത്ത് ഈ വിധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രത്യേകം ഒരു മിത്താണെന്ന് കണക്കാക്കാതെ, പ്രത്യേകം നമ്മുടെ ആചാരമാണെന്ന് കണക്കാക്കാതെ, പ്രത്യേകം അതിൽ വിശ്വാസം ഉറപ്പിക്കാതെയോ ഒരു അന്യമതസ്ഥരുടെ ആചാരം നമ്മൾ സ്വീകരിച്ചാൽ ഇതിന് കുഴപ്പമില്ല ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണാജനകമായ ഒരു വാചകമാണ്. ഇസ്ലാമിൽ സാദിഖ് അലി തങ്ങൾ ബിഷപ്പ് ഹൗസിൽ ചെല്ലുന്നു, അവിടെ നിന്ന് അദ്ദേഹം കേക്ക് കഴിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ താങ്കൾ ഇത്തരമൊരു പ്രസംഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയാണ് എന്ന് ഒരു സംശയം ഉയർന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ സംശയിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടാണ് ആ ഭാഗത്തിൻ്റെ വിശദീകരണം കൊടുത്തത്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഗീസ് ചക്കാലക്കൽ തിരുമേനിയുടെ അരമനയിൽ പോവുകയും അദ്ദേഹത്തെ ഈ ക്രിസ്മസ് ദിവസം ചെന്ന് സന്ദർശിക്കുകയും സന്തോഷം പങ്കിടുകയും, ഇതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മാത്രം അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന. അദ്ദേഹവും സമസ്തയുടെ ഭാഗമാണ്, സമസ്തയും അദ്ദേഹം ഒരുമിച്ച് പോകുന്നതാണ്. സമസ്താണ് എക്കാലത്തും സൗഹൃദത്തിൽ, നിങ്ങൾക്കറിയാം, തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ സമിതിയില്ല സമരം നടത്തിയത് ഞങ്ങളെ SKSF ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറി. അപ്പോൾ ഇത് അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല, പരാമർശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പൊതുവായൊരു കാര്യം, കണ്ണും ചിമ്മി
നമ്മൾ വിശ്വാസമില്ലെങ്കിൽ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു ധാരണ മുസ്ലിം സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ബോധവും പറഞ്ഞ ആ ഒരു വിശകലനമാണത്. ഈ സമസ്തയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഈ പൊതുസമൂഹത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ പലപ്പോഴും നമ്മൾ പരാമർശിക്കപ്പെടുമ്പോൾ വളരെ ബഹുമാനിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു പലപ്പോഴും വരുന്നത്. പക്ഷേ ഈ സമീപകാലത്ത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽക്കിടയിൽ ചില ഭിന്നതകൾ രൂപപ്പെടുന്നൊരു സാഹചര്യത്തിൽ സാദിഖലി തങ്ങളെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും ഇകഴ്ത്തുന്നതിന് വേണ്ടി സമസ്തയിലെ ലീഗ് വിരുദ്ധർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് താങ്കൾ എന്നുള്ള ആക്ഷേപം പോലുമുണ്ട്. അത്തരം ഒരാളുടെ അടുത്തുനിന്ന് ഇത്തരത്തിലൊരു പരാമർശം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുക. എൻ്റെ ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞാൽ സമസ്തയിൽ ലീഗ് വിരുദ്ധ വിഭാഗം, ലീഗ് അനുകൂല വിഭാഗം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ, മുസ്ലിം ലീഗ് ഫ്രാക്ഷൻ, ഇങ്ങനെ ഇതിൽ രണ്ടാക്കി തരംതിരിച്ചത് സത്യത്തിൽ മീഡിയ അല്ലേ എന്ന് ഞാൻ നിഷ്പക്ഷമായി ചോദിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു വിഭാഗമല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഇന്നും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസത്തിൻ്റെ എക്സിക്യൂട്ടീവ് യോഗമുണ്ട്, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു തീരുമാനിച്ചു പിരിഞ്ഞു. മുസ്ലിം ലീഗിൽ സമസ്തയിൽ അങ്ങനത്തെ രണ്ട് വിഭാഗമല്ലല്ലോ. യഥാർത്ഥത്തിൽ അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ആ മാധ്യമങ്ങളുടെ സൃഷ്ടിക്ക് ഉപോത്ബലകമായി ചില ബാഹ്യ ശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പങ്ക് ഇതിൽ വളരെ പ്രകടമായിട്ടുണ്ട്. കാരണം ഈ വാഫി പ്രശ്നങ്ങളാണ് ഇതിങ്ങനെ രൂക്ഷമാക്കിയത്. വാഫി പ്രശ്നത്തിൽ അവരെ ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് വലിയ പ്രാതിനിധ്യവും പ്രാമുഖ്യവും കൊടുക്കുന്നതിൽ ആ ഒരു സംഘടന നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പിളർപ്പിൽ പോലും പങ്ക് വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിന് കൃത്യമായി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. താങ്കൾ കഴിഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് PMS സലാമിനെതിരെ രൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവാണെന്നടക്കം പറയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാൻ താങ്കൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അല്ല, മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച ഒരു പരാമർശം പോലും ഞാൻ എവിടെയും നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. എൻ്റെ ജീവിതത്തിൽ മുസ്ലിം ലീഗിനെതിരെ ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അപൂർവം ചില സംഭവങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിൽ നിന്ന് ശരീഅത്തിനെതിരായ ചില പരാമർശങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായി പറയാം, നമ്മൾ മുത്തലാഖ് നിരോധനം നിലവിൽ വന്നു. ശരീഅത്തിൻ്റെ ഒരു ഭാഗമാണ് മുത്തലാഖ്. 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ അത് സാധുവാകുമെന്നത്. പക്ഷേ അത് മുത്തലാഖ് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് മുത്തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട മുസ്ലിം യുവജന സംഘടന ലീഡർഷിപ്പുള്ള ഒരാൾ FBയിൽ എഴുതിയപ്പോൾ ഞാൻ എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ ശരീഅത്തിനെതിരായ കാര്യങ്ങളും ഇതും ശരീഅത്ത് വിഷയമാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കാറുണ്ട് എന്നുള്ളതാണ്. അല്ല, ഒരിക്കലും മുസ്ലിം ലീഗിനെതിരെയോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ പരാമർശം നടത്താറില്ല. PMS സലാമിനെ കുറിച്ച് പരാമർശിക്കാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ജനറൽ സെക്രട്ടറിമാരും ഒരുപാട് മുജാഹിദ് ലീഡേഴ്സ് തന്നെ മുസ്ലിം ലീഗിനുണ്ടായിട്ട്. KP മജീദ് സാഹിബ് മുജാഹിദാണ്, പക്ഷേ ഒരിക്കലും AV അബ്ദുറഹ്മാൻ മുജാഹിദാണ്, MK ഹാജി മുജാഹിദാണ്, പക്ഷേ ഒരിക്കലും സമസ്തയെ എതിർക്കാറില്ല. ഈ PMS സാഹിബ് കുറച്ച് വല്ലാതെ പരിധി വിട്ട് എതിർത്തപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. സംഘടനാപരമായുള്ള മറുപടി മാത്രമാണ് നൽകിയത്. അതെ, സംഘടനാപരമായ മറുപടി തീർച്ചയായും. കാരണം സമസ്തയുടെ അധ്യക്ഷനെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് നിരന്തരം പറയുമ്പോൾ സ്വാഭാവികമായി അത്തരം ചില ഘട്ടങ്ങൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ നമുക്കറിയാം സമസ്തയ്ക്കിടയിൽ ചെറിയ ഭിന്നിപ്പൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും അത് സമിതിയൊക്കെ രൂപപ്പെട്ട് വരികയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ താങ്കൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ള ബോധ്യം വരുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ പൊതുസമൂഹത്തിൽ സംശയം ഉണ്ടാകുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനയായി വ്യാഖ്യാനിക്കുന്നൊരു ഘട്ടത്തിൽ? അതെ, ശരിക്ക് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ പൊതുവെ ഐക്യത്തിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ശരിക്കും തീർത്തും നിരുപദ്രവകരമായി തെറ്റിദ്ധാരണജനകമായൊരു പരാമർശം എൻ്റെ സുഹൃത്തിൻ്റെ പ്രഭാഷണത്തിൽ വന്നപ്പോൾ ഞാൻ ഒട്ടും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തെയോ പരാമർശിക്കാതെ തികച്ചും വൃത്തിയായി മതസൗഹൃദത്തിൻ്റെ പ്രാധാന്യവും അതിനുള്ള തെളിവായ നബിവചനവും, എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസമില്ലെങ്കിൽ നിരുപാധികം മറ്റ് മതസ്ഥര ആചാരങ്ങളും സ്വീകരിക്കാമെന്നൊരു സമീപനം വരാൻ പാടില്ല, അത് സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും, അപകടകരമാണ് എന്നൊരു വിശദീകരണം കൊടുക്കുമ്പോൾ അത് സാദിഖലി ശിഹാബ് തങ്ങളുടെ മേൽ തിരിച്ചുവിടുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രയാസം. ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗിനോട് സംസാരിച്ചിട്ടാണ് പോയത്. ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് വിഭാഗീയത വരുത്തി തീർക്കുന്ന സത്യത്തിൽ മാധ്യമങ്ങൾക്കൊരു പങ്കില്ലേ എന്നാണ് ഞാൻ ന്യായമായും ചോദിക്കുന്നത്. തീർച്ചയായും താങ്കളുടെ വിമർശനം അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് പുറത്തേക്ക് വരുന്ന വാർത്തകൾ, സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വാർത്തകൾ, പക്ഷേ ഇത്തരത്തിൽ ഭിന്നതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ തന്നെ, അത് പരിഹരിക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളത് പറയുകയാണ്. ഏതായാലും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേ കൂടി സൂക്ഷ്മത ഇനി ഉണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കും. തീർച്ചയായും നമ്മൾ അത്തരം കാര്യങ്ങൾ പരമാവധി സൂക്ഷ്മത പാലിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. മാത്രമല്ല ഈ കാര്യങ്ങൾ എത്രയും പരിഹരിക്കണമെന്നാണ് നമ്മൾ നേതാക്കൾ വിചാരിക്കുന്നത്. അതിനനുസരിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സർവാത്മന അതിൻ്റെയൊക്കെ മുൻനിരയിൽ നമ്മൾ ഉണ്ടാവും. കാരണം സൗഹൃദവും സ്നേഹവും ഐക്യവുമാണ് ആവശ്യം. പ്രത്യേകിച്ചും ഇത് ഗൗരവതരമായ തെറ്റായ ഒരു വിശദീകരണം. കാരണം അന്യമതസ്ഥർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വലിയ ഗൗരവമുള്ള വിഷയം, പ്രത്യേക വർഗീയതയുമായി ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ അങ്ങനത്തെ ഒരു സംഘടനയുടെ ആളുകളല്ല ഞങ്ങൾ. സമസ്തയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇത് സമസ്തയുടെ ഓഫീസാണ്.
ഇതിൻ്റെ ദീർഘകാലത്തെ ഇവിടുത്തെ മെയിൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു നായരായിരുന്നു. കാരണം ഷംസുലമക്ക് നിർബന്ധമാണ് മറ്റ് മതസ്ഥരും കൂടി നമ്മളിതൊക്കെ പങ്കാളിയായി കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു സംവിധാനത്തിൻ്റെ ആളുകൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്കോ അല്ലെങ്കിൽ അനൈക്യത്തിനോ കൂട്ടു നിൽക്കില്ല. തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ന്യായം. സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല. തൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ തൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗം സാദിഖ് അലി തങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയോ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ PMA സലാമിനെതിരെയൊക്കെ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് സംഘടനാപരമായുള്ള ബാധ്യത കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. മഹേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.